എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2023, അതായത് കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ, അതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സസ്, അതുപോലെ ഫാർമസി കോഴ്സസ് എന്നിവയിലേക്കുള്ള പ്രവേശനത്തിന് കേരള പ്രവേശന പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന കീം 2024 എക്സാമിനേഷനുള്ള രജിസ്ട്രേഷൻ ഏപ്രിൽ 17 തീയതി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഏപ്രിൽ 17 തീയതിക്കുള്ളിൽ നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരുമോ എന്നുള്ളതിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പെട്ടെന്ന് തന്നെ ഈ ഒരു അപേക്ഷ നൽകുക. അപേക്ഷ നൽകുമ്പോൾ നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസ് ഒന്നും തെറ്റാണ് എന്നുള്ളത്, അതായത് തെറ്റിപ്പോവരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസ് ഒന്നും തെറ്റില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം തെറ്റിക്കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ മാത്രമേ അവസരം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസ് കറക്റ്റാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ്, കാറ്റഗറി, അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി, അതുപോലെ റിലീജിയൻ, ഇതൊക്കെ നൽകുന്ന സമയത്ത് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് നൽകേണ്ടതാണ്, തെറ്റിപ്പോവരുത്. അതുപോലെ തന്നെ OBC, അതുപോലെ SC/BC വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ OEC വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റാണ് വാങ്ങിക്കേണ്ടത്. അത് നിങ്ങൾക്ക് അക്ഷയ വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ OEC വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ SC/ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് തഹസിൽദാറിൽ നിന്നാണ് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്ഷയ വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് EWS വിഭാഗത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിലും EWS സർട്ടിഫിക്കറ്റ് നേരിട്ടാണ് തരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിട്ട് അക്ഷയ അപേക്ഷ ചിലപ്പോൾ നേരിട്ട് പോകേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റുകളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ തയ്യാറാക്കുക. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷനുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തയ്യാറാക്കി വെക്കുക. അതിൽ നൽകിയുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണ് എന്നുള്ളത് കൂടി നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ കാസ്റ്റ്, അതുപോലെ കാറ്റഗറി എന്നിവ നൽകുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക. ഏതാണ് കാറ്റഗറി നിങ്ങളുടേത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. കാരണം തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID, അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ നൽകുന്ന സമയത്ത് നിങ്ങൾ അത് ഓർമ്മിക്കുന്ന ഒരു നമ്പർ ആയിരിക്കണം. അതുപോലെ തന്നെ എപ്പോഴും ആക്റ്റീവായിട്ടുണ്ടാകുന്ന നമ്പർ ആയിരിക്കണം. കാരണം നിങ്ങൾക്ക് ഈ ഒരു ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ കോഴ്സിൽ ഓപ്ഷൻ നൽകുന്നതിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിനും, അതായത് നിങ്ങളുടെ ഹോം പേജിൽ പ്രവേശിക്കുന്നതിനും ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഈ ഒരു മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ ID എന്നിവ ആവശ്യമാണ്. കാരണം OTP ചോദിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു BPharm, അതായത് ഫാർമസി കോഴ്സ്, അതായത് നിങ്ങൾക്ക് മരുന്ന് മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് BPharm കോഴ്സ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, അതുപോലെ മെഡിക്കൽ, അലൈഡ് കോഴ്സസ്, അതുപോലെ തന്നെ ഫാർമസി എന്നിങ്ങനെ 4 ഓപ്ഷനുകളാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷനുകൾ, അതായത് ഏതൊക്കെ കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടതാണ്. ഒരു തവണ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് എഡിറ്റ് ചെയ്ത് മാറ്റുന്നതിനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു 4 ഓപ്ഷനുകളിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകളെല്ലാം ഇപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് BSc അഗ്രികൾച്ചർ കോഴ്സിലേക്കുള്ള പ്രവേശനം CUET വഴിയും അതുപോലെ തന്നെ കീം വഴിയും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കുന്നതാണ്. നീറ്റിൻ്റെ സ്കോർ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അഗ്രികൾച്ചർ, അതായത് BSc അഗ്രികൾച്ചർ കോഴ്സിലേക്കുള്ള പ്രവേശനം നടത്തപ്പെടുന്നത്. അതുപോലെ ഫാർമസി കോഴ്സിലുള്ള പ്രവേശനം നിങ്ങൾക്ക് കീമിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് കീമിൻ്റെ പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫാർമസി കോഴ്സിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. +2ൻ്റെ സ്കോർ അതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.